കുവൈറ്റിൽ മരിച്ച മലയാളികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി തന്നെയാണ് ലോക കേരള സഭയ്ക്കും തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയുടെ 4ാം സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. 103 രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾ പങ്കെടുക്കുന്ന 4ാമത് ലോക കേരള സഭയ്ക്ക് തുടക്കമായി. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പ്രവാസി മലയാളികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചത്. അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതമാണ് സഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതവും നൽകുന്നതാണ്. കഴിഞ്ഞ 3 ലോക കേരള സഭയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. എന്നാൽ ലോകമാകെയുള്ള കേരളീയ പ്രവാസികളെ തിരികെ കേരളവുമായി ഔദ്യോഗികമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിന് 7-8 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അത് സാധ്യമായത് ലോക കേരള സഭയിലൂടെയാണ്. സ്പീക്കർ എൻ ഷംസീറാണ് ലോക കേരള സഭ നടപടികൾ നിയന്ത്രിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.